ഹായ്, ഇന്ന് നമുക്ക് ഈ ഒരു അലിഗേറ്റർ ക്ലിപ്പിലുള്ള ഒരു വർക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു വീതി കുറഞ്ഞ റിബൺ എടുത്തു. ഇനി ആ റിബൺ ഇതുപോലെ നമ്മൾ ക്ലിപ്പ് ചെയ്ത് വെക്കില്ലേ, അതുപോലെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ആദ്യം അളവെടുത്ത് റിബൺ കട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് അല്ലാതെയും ചെയ്യാം, മുട്ടിച്ചിട്ടായാലും ചെയ്യാം. ഇതുപോലെ ഉള്ളിലോട്ടും റിബൺ വെച്ച് കണ്ടോ, നമുക്ക് ആവശ്യത്തിന് എത്രത്തോളം റിബൺ വേണോ അതിൻ്റെ ബാക്ക് സൈഡാട്ടോ, ബാക്ക് സൈഡും വെച്ചതേ ഇത്രയും റിബൺ നമുക്കിപ്പോൾ ആവശ്യമുണ്ട്. അപ്പോൾ അത്രയും റിബൺ എന്ത് ചെയ്യാണ്, നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. കണ്ടോ, ഇനി കട്ട് ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഒട്ടിക്കാം. അപ്പോൾ ഇതിൻ്റെ ഓരോ സൈഡും നമുക്കിത് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഗ്ലൂ തേച്ച് കൊടുക്കുക. ഈ സൈഡിൽ അതിൻ്റെ ബാക്ക് സൈഡാട്ടോ ഇത്, ബാക്ക് സൈഡിൽ നമുക്കിത് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സൈഡ് കണ്ടോ, ഈ ഒരു സൈഡ് നമുക്ക് ഇങ്ങനെ കത്രികയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ആ ഉള്ളിലേക്കൊന്ന് അമർത്തി കൊടുക്കണം കേട്ടോ, ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് എടുക്കാം. കണ്ടോ, ആ ഫ്രണ്ട് സൈഡിൽ നമുക്ക് കുറച്ച് വശം ഒട്ടിക്കാനുണ്ട്. അപ്പോൾ അതും നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഗ്ലൂ തേച്ചിട്ട് നമുക്ക് ഒട്ടിക്കാം. ഈ ഒരു മുത്ത് വെച്ചാണ് നമ്മൾ ഈ ഒരു റിബണിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് ആദ്യം സൂചിയും നൂലെടുത്ത് ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം കേട്ടോ. ഇങ്ങനെ സൂചി കുത്തി മുകളിലേക്ക് വലിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു ബീറ്റ് കോർത്ത് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സാധാ ചെയ്യുന്ന പോലെ സൂചി താഴോട്ടും അതിൻ്റെ തൊട്ടരികത്തായിട്ട് തന്നെ മുകളിലോട്ടും നമുക്ക് സൂചി എടുത്ത് ഇതുപോലെ വലിക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കെട്ട് പെട്ടെന്ന് വീഴും. അപ്പോൾ അത് കെട്ടാവാതെയും ശ്രദ്ധിക്കണം. പിന്നെ കെട്ടാവുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അതിനെ വലിച്ചു കൊടുത്ത് കെട്ടൊക്കെ മാറ്റി കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ പിന്നീട് കെട്ട് മാറ്റാതെ ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും മുത്തൊന്നും ഫിറ്റായിട്ടിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് കെട്ടൊക്കെ മാറ്റി നമുക്ക് ഇതുപോലെ തുന്നി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലിപ്പിൻ്റെ മുകൾ ഭാഗം മുഴുവനും നമ്മൾ ഇതുപോലെ തുന്നാണ്. നമുക്ക് എന്തെങ്കിലും ഷേപ്പിൽ വേണമെങ്കിൽ തുന്നാം, അല്ലെങ്കിൽ വെറുതെ ആയാലും തുന്നാം. ഇപ്പം ഞാനിതെല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങ് തുന്നുവാണേ. ഇനി നമുക്ക് ഈ തുന്നുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഈ സൈഡൊന്നും ഒട്ടിച്ചിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഈ രണ്ട് സൈഡും നമുക്കിത് ഇതുപോലെ തുന്നിയെടുക്കണം കേട്ടോ. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് തുന്നി ബാക്കിൽ കൂടി തുന്നിയെടുക്കണം, അല്ലെങ്കിൽ ആ ഒരു സൈഡ് ഒരു ഭംഗിയില്ലാതെ ഇരിക്കും. അപ്പോൾ അത് ഫിറ്റായിട്ട് ടൈറ്റായിട്ട് ഇരുന്നോളും ഉൾഭാഗത്തേക്ക് കൂടി തുന്നിയെടുക്കുമ്പോൾ കേട്ടോ. അങ്ങനെ നമ്മളിത് ലാസ്റ്റ് വരെ എത്താറായി. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു വൈറ്റ് കളർ കണ്ടില്ലേ റിബൺ, ആ ഒരു സൈഡ് ഫുള്ളും നമ്മൾ കവർ ചെയ്ത് ബീറ്റ് തുന്നോ കേട്ടോ. അങ്ങനെ ലാസ്റ്റ് വരെ എത്തി. ഇനി നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല ഭംഗിയുള്ളൊരു ക്ലിപ്പ് റെഡിയായി. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ. താങ്ക് യു.